ഏകദേശം ഒരു 8,000 സാധനമാണ് ഇപ്പോൾ ഈ ബെഡുമൊക്കെ കിടക്കുന്നത്. 1-2 ആഴ്ച ട്രക്കിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ച് വെക്കാറുണ്ട്. പിന്നെ അതിൽ ഫുഡിൻ്റെ കാര്യം പെടും കേട്ടോ. സാധാരണ ഒരു 50 പൗണ്ട്സിൻ്റെ എക്സ്പെൻസ് ഉണ്ടാവും നമുക്ക് ഫുഡ് ഐറ്റം വാങ്ങിക്കുമ്പോഴും. നമുക്ക് ചിപ്സ് വാട്ടറിൻ്റെ നമുക്കൊരു വീക്കിൻ്റെ എക്സ്പെൻസ് വേണ്ടിയിട്ട് 50 പൗണ്ടിൻ്റെ ചിലവുണ്ടാവും. കെയിൽ പിശുക്ക് ജീവിക്കണമെങ്കിൽ അതും ജീവിക്കട്ടോ. ട്രക്കിനൊക്കെ ഓടുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു നേരത്തേക്കുള്ള ഫുഡിൻ്റെ ഐറ്റംസ് മാത്രം നോക്കിയാൽ മതി. പിന്നെ നമുക്ക് എല്ലാ പാർക്കിംഗ് സ്റ്റേഷനിൽ നമുക്ക് 10 പൗണ്ടിൻ്റെ ഫുഡ് വൗച്ചർ കിട്ടും നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങി എണീക്കുമ്പോൾ. അപ്പോൾ അത് വെച്ച് നമുക്ക് അവിടെയുള്ള ഏത് ഷോപ്പിൽ നിന്നും എന്ത് വേണം റെഡിയും ചെയ്യാം. സാധാരണ ഫുഡാണ് എല്ലാവരും കഴിക്കാറ്. ബർഗേഴ്സാ അല്ലെങ്കിൽ പ്രോൺസും നാനൊക്കെ കിട്ടാറുണ്ട്. ഒരു ചെറിയ ഉച്ച ഉറക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണീറ്റ് ഏകദേശം 2 hours കിടന്നുറങ്ങി നല്ല സുഖത്തിൽ കിടന്നുറങ്ങിപ്പോയി. കാരണം ഇളം വെയിലിൽ കാർട്ടൊന്നും ക്ലോസ് ചെയ്യാണ്ടാണ് കിടന്നുറങ്ങിപ്പോയത്. നല്ല സുഖമായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിച്ച് വെച്ച സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാന്നുള്ളതാണ് അടുത്ത ബിഗ് ടാസ്ക്. നമ്മുടെ ഫുഡൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റേണ്ട ആവശ്യമുണ്ട്. ഫുഡ് ഓൾറെഡി ചൂടുള്ളതുകൊണ്ടാണ് കുറേ നേരം പുറത്ത് വെച്ചിരുന്നത്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഫുഡ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എല്ലാ ഐറ്റംസ് നമുക്ക് കയറ്റണം. ഡ്രിങ്ക്സ് കയറ്റണം. അതല്ലാത്ത ഐറ്റംസൊക്കെ പുറത്തേക്കണം സോർട്ട് ചെയ്യണം. അതെന്നെ കുറച്ച് ടൈം പിടിച്ച്. ഞാൻ നോർമലി പ്രിഫർ ചെയ്യാറ് അൽഫാമാണ് എല്ലാ നൈറ്റിലും കഴിക്കാറ്. അൽഫാമും പൊറോട്ടയും കഴിക്കാറ്. 2 ദിവസം അൽഫാം പൊറോട്ടയും കഴിക്കും. പിന്നെ ബാക്കിയുള്ള 3 days ഞാൻ ചിലപ്പോൾ ചോറും അല്ലെങ്കിൽ ഈ ആഴ്ച ചിക്കൻ കറിയാണ്. പിന്നെ എൻ്റെ കയ്യിൽ പ്രോൺസിൻ്റെ അച്ചാറുണ്ട്. പിന്നെ ചമ്മന്തി ഉണ്ട്. അങ്ങനെ 1-2 ഐറ്റംസ് വേറെ കടയിൽ നിന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഓടിച്ച് കഴിഞ്ഞ് പിന്നെ എൻ്റെ മൈൻഡിൽ എത്രയും പെട്ടെന്ന് ഉറങ്ങിയാൽ മതി, ആ ഫുഡ് കഴിച്ചാൽ മതി എന്നുള്ളതായിരിക്കും. ആരില്ല നമ്മൾ ടാബൊക്കെ ഓണാക്കി ഒരു സിനിമ ഒക്കെ കണ്ടിട്ട് സമാധാനം ചില്ല് ചെയ്ത് ഫുഡ് കഴിക്കണ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. സോണിൻ്റെ ഉള്ളിൽ സാധാരണ വീഡിയോ പ്രൊഹിബിറ്റഡ് ആണ്. പക്ഷേ ഇതാണ് ഞങ്ങളുടെ ആമസോൺ. ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു ട്രെയിൽ എടുക്കുക, നേരെ കെൻ്റ് എന്ന സ്ഥലമുണ്ട് അവിടെ കൊണ്ട് ട്രെയിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞ്. അതായത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ലൊക്കേഷൻ്റെ അടുത്ത് വരെ എത്തിയിട്ട് അവിടെ എവിടെയെങ്കിലും ഒരു പാർക്ക് സ്റ്റേഷൻ കണ്ടുപിടിച്ച് കിടന്നുറങ്ങാൻ എന്നുള്ളതാണ് എൻ്റെ പ്ലാനിങ്. പിന്നെ ക്ലിപ്പ് ഇടാൻ ഒരിക്കലും മറക്കരുത്, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ട്രെയിലർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രീ ചെക്ക് ചെയ്യാണ്ട് ട്രെയിലറും ലെഗ്സ് താത്താനുണ്ട്. അതിൻ്റെ വീഡിയോയ്ക്ക് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ബേസിക് പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യണം. കൂടുതൽ നമ്മൾ ട്രെയിലറിൻ്റെ ടയേഴ്സൊക്കെ കൂടുതൽ ചെക്ക് ചെയ്യണം. ബ്രേക്കിംഗ് വർക്ക് ചെയ്യണമൊക്കെ നോക്കണം കേട്ടോ. ഇൻഡിക്കേറ്റേഴ്സ് ലൈറ്റ് എല്ലാ ലൈറ്റും വർക്ക് ചെയ്യണം നമ്മൾ നോക്കി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എപ്പോൾ ട്രെയിലർ എടുക്കുമ്പോഴും നമുക്കൊരു സീല് തരും ആമസോണിൽ നിന്നുള്ളത്. ആ സീല് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ ആ സീലിന് ഒരു നമ്പർ ഉണ്ടാവും. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ വരുമ്പോൾ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഒരാളേക്ക് ചിലപ്പോൾ സീല് കട്ട് ചെയ്താൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ കട്ട് ചെയ്താൽ തന്നെ വരും. ആ സീൽ ഒരിക്കലും തുറക്കാൻ പാടില്ല. ഏകദേശം ഒരു 8:30 ഒക്കെ ആകുമ്പോൾ ഞാൻ ലൊക്കേഷൻ എത്തിയിട്ടുണ്ടാവുന്നു. പിന്നെ അവിടെ ട്രെയിലർ ഡ്രോപ്പ് ചെയ്ത് ഓഫീസിലൊക്കെ ഒന്ന് പോയിട്ട് നമ്മൾ പുതിയ ട്രെയിലർ എടുത്ത ആ വീഡിയോയാണ് ഇപ്പോൾ കണ്ടത്. ഇനി ഇവിടെ നിന്ന് EMT ട്രെയിലറും കൊണ്ട് അടുത്ത ലൊക്കേഷനിലേക്കായത് മൺഡേ നമുക്ക് 10 o'clock ആകുമ്പോൾ എത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ കറക്റ്റ് തന്നെ എല്ലാം സ്കെഡ്യൂളായി ഓൺ ടൈം നമ്മൾ ട്രെയിലർ ഡ്രോപ്പ് ചെയ്ത് പുതിയ ട്രെയിലർ കിട്ടി. നമ്മൾ അടുത്ത ലൊക്കേഷൻ അവിടെ സർവീസ് സ്റ്റേഷൻ ഉണ്ട് മെഡ്വേ എന്നിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഓൺ ദ വേ പോയി ചെന്നിട്ട് പതിയെ ഫുഡൊക്കെ കഴിച്ച് വാഴ 2 പ്രകമ്പനം സിനിമ ഓൾറെഡി OTT റിലീസ് ചെയ്താണ്. ആ പടവും കണ്ട് പിന്നെ ഉറങ്ങും.